ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു നിഫ്റ്റി അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്ക് നേരെ ടൈം ഫ്രെയിം വൺ അവറിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ബിഗ് ടൈം ഫ്രെയിമിൽ നമ്മൾ അനലൈസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് നേരെ വൺ ഡേയിൽ, അതായത് ഇന്നത്തെ ഡേയിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കേണ്ടത്. നിങ്ങൾക്ക് ഡേയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ലൊരു ഷാർപ്പ്, അതുപോലെ സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിലാണ് ഇന്നത്തെ ദിവസം ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ. ഓക്കെ, അപ്പം ഇന്ന് എന്താണ് മാർക്കറ്റിന്റെ അവസ്ഥ? മാർക്കറ്റ് ഒരു ബിയറിഷ് മാർക്കറ്റ് ആണ്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ഓപ്ഷൻ ചെയിൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഓപ്ഷൻ ചെയിനിൽ എവിടെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സപ്പോർട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ ചെയിനിൽ സപ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 23,500. ഓക്കെ, 23,500. ഓക്കെ, 23,500 ഇവിടെ നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. അതായത് സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് നേരെ 1 അവറിലോട്ട് പോവാം. ഓക്കെ, 1 അവർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വട്ടം, 2 വട്ടം, 3 വട്ടം, 4 വട്ടം. ഓക്കെ, ഇത് 4ാമത്തെ വട്ടമാണ് ഇവിടെ ടച്ച് ആയത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് 1, 2, 3 4ാമത്തെ വട്ടം ടച്ച് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഒരു റിവേഴ്സ് കയറാൻ ശ്രമിച്ചു പറ്റില്ല. വീണ്ടും റിവേഴ്സ് വന്നു. ഇത് 5ാമത്തെ വട്ടമാണ് മാർക്കറ്റ് അത് 23,500 ഈ ഒരു സോണിൽ മാർക്കറ്റ് വന്ന് നിൽക്കുന്നു. ഓക്കെ, ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ്. ഓൾറെഡി ഞാൻ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്താണ്, ഇവിടുന്ന് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ, സപ്പോസ് ഞാൻ നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് പ്രൈസ് ആക്ഷൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് OAന്റെ, അതായത് ഞാൻ ഈ ഒരു സപ്പോർട്ട് 23,500 സപ്പോർട്ട് എന്ന് പറയുന്നത് വെറും നമ്മുടെ അതായത് ഈ ഒരു പ്രൈസ് ആക്ഷൻ കൂടി മാത്രമല്ല പറഞ്ഞാൽ നമുക്ക് ഇവിടെ, അതായത് OA ഡേറ്റയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 23,500 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് ഈ 23,500 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ, അതായത് സപ്പോർട്ട്. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് ഇവിടെ എന്തായാലും ഉണ്ടാവും. സപ്പോസ് ഞാൻ 15 മിനിറ്റ് ടൈമിലോട്ട് നമുക്ക് പോവാം. 15 മിനിറ്റിലോട്ട് പോയി നമുക്ക് ഷോർട്ട് ടൈമിൽ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, 15 മിനിറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട് അല്ലെ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ വന്ന് ടച്ച് ചെയ്ത് നല്ലൊരു ഹാമർ ക്യാൻഡിൽ ഒന്ന് തിരിച്ചു കയറിപ്പോയി. ഓക്കെ, സപ്പോസ് നാളെ ഈ ഒരു ഭാഗത്ത്, ഓക്കെ, ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു 23,500 താഴോട്ട് ഒരു നല്ലൊരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചോ മാർക്കറ്റ് ഒരു ബി ഒരു ട്രാപ്പ് ആയിരിക്കാം, ചിലപ്പോൾ നല്ലൊരു ബിയറിഷിലോട്ട് പോവാം. നമുക്കൊന്നും 100% ഷുവർ ആയിട്ട് പറയാൻ കഴിയില്ല. പക്ഷെ പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് ഇതിന്റെ താഴോട്ട് ഒരു 15 മിനിറ്റിലോ ഇല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവറിലോ ഒരു ഗ്രീൻ റെഡ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ലൊരു ഫോള് വരാനുള്ള ചാൻസ് ആണ്. കാരണം ഇത് ഒരുപാട് നാളത്തെ ഒരു സപ്പോർട്ടായിരുന്നു. ഇത് ബ്രേക്ക് ചെയ്താൽ ഇവിടെ നല്ലൊരു ഫോള് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ മാർക്കറ്റ് ഒരിക്കലും ഇത് അതായത് താഴോട്ടൊരു ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം മാർക്കറ്റ് ഇതിന് തിരിച്ച് കയറിപ്പോയേ പറ്റൂ. ഓക്കെ, അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് മാർക്കറ്റ് ചെയ്യുന്നത്. കൂടാണ്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് ഇവിടെ ഒരു സ്ട്രോങ് എന്ത് വരുന്നുണ്ട്, സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ എത്തുമ്പോൾ മാർക്കറ്റ് ഇവിടെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഈ ഒരു ലൈൻ എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ തന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ടോപ്പ് റെസിസ്റ്റൻസ് ഉണ്ടാവും. ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് എന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം എക്സാക്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 9:15 ഫസ്റ്റ് തൊട്ട് മാർക്കറ്റ് ഡൗൺ ആയി, ഈ ഒരു റെസിസ്റ്റൻസ് ഡൗൺ ആയി നല്ല രീതിയിൽ നമുക്കൊരു ടാർഗറ്റ് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പോട്ടെ. ഇനി നിങ്ങൾ ആ ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് അവസരമുണ്ട്. ഓക്കെ, നാളത്തെ അവസരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ, ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് നല്ലൊരു അപ്പ് മൂവ് തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന്. ഓക്കെ, പക്ഷേ ഇന്നൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ, അതായത് ഇന്നത്തെ ഷോൾഡർ കുറച്ച് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു ഓൾമോസ്റ്റ് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ് വന്നത്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ വരച്ച് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് ഹെഡ് ആൻഡ് ഷോൾഡർ. ഓക്കെ, അതായത് നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് എവിടെയാണ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്നല്ലേ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കോ. ഓക്കെ, ഓക്കെ, ഈ ഒരു ഷോൾഡർ വന്നത് ആക്ച്വലി കുറച്ച് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. നല്ല ഈ ഒരു ലെവൽ വരെ വന്നുപോയി. പക്ഷെ കാണാൻ പറ്റും. ഓക്കെ,
അതായത് ഇതൊരു ഷോൾഡർ, ഇത് ഹെഡ്, ഓക്കെ, ഇത് ഒരു ഷോൾഡർ. നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീണ്ടും ഒരു ഡബിൾ ബോട്ടം ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. മാർക്കറ്റ് ഇവിടുന്ന് വന്നിട്ട്, ഓക്കെ, കാണാൻ പറ്റും. മാർക്കറ്റ് ഇവിടുന്ന് വന്നിട്ട് ഒന്ന് ടച്ച് ചെയ്തു, ഓക്കെ, ബൂം. ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നല്ല ഓർഡർ വേണം. അതായത് ബിഗ് പ്ലെയർ ആയിരിക്കുമല്ലോ മാർക്കറ്റിൽ എന്തായാലും ഇങ്ങനെ ഒരു ബുള്ളിഷ് മൂവ് കൊണ്ടുവരാം. അതുകൊണ്ട് മാർക്കറ്റ് നാളെ ഒരു ട്രാപ്പ്, അതായത് ഈ ഒരു ലെവലിന്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ SL ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ലെവലിന്റെ അടിയിലൊക്കെ ഒരുപാട് ആൾക്കാർ SL വെച്ചിട്ടുണ്ടാവും. അപ്പം അതെടുക്കാൻ വേണ്ടി മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് പാനിക് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് താഴോട്ട് ഇറങ്ങാനും ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ ഓർത്ത് വെച്ചോ. ഓക്കെ, കാരണം ബിഗ് പ്ലെയറിന് ഒരുപാട് ക്വാണ്ടിറ്റി വേണം. ഓക്കെ, അപ്പൊ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്ന് പാനിക് ആയിട്ട് ഒരുപാട് ഇവിടെ SL അടിച്ചു കഴിയുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി അവർ കിട്ടും. ഓക്കെ, അപ്പം ഇവിടുന്ന് ഒരു മാർക്കറ്റ് ഡൗൺ ആയി, ഇവിടെ കുറച്ച് ഒരു പാനിക്, അതായത് മാർക്കറ്റ് ഡൗൺ ആകും പോകുന്നു എന്ന് കാണിച്ചിട്ട് ഇവിടെ ഒരു ഹാമർ ക്യാൻഡിൽ വന്നുകൊണ്ട് മാർക്കറ്റ് ഒരു റോക്കറ്റ് കയറി പോകുമ്പോൾ മേലോട്ട് കയറി പോകാനും ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നാളത്തെ മാർക്കറ്റിൽ നോക്കിയും കണ്ടും ട്രേഡ് ചെയ്യാം. ഓക്കെ, ട്രാപ്പ് ഒരു വലിയൊരു ബിഗ് മൂവ് വരുന്നതിന് മുന്നേ നല്ലൊരു ട്രാപ്പ് നടക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം ഇതാണ് എന്റെ നിഫ്റ്റി 50ന്റെ അനലൈസ്. അത് എന്റെ ഒരു അനലൈസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങളെ രീതിയിലും അനലൈസ് ചെയ്ത് നോക്കണം. ഓക്കെ, ഒരിക്കലും എന്റെ മാത്രം അനലൈസ് കണ്ടിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ലെവൽ, അതായത് ഞാനിപ്പോ 50 മിനിറ്റ് ആണ്, നിങ്ങൾ ഈ ഒരു 50 മിനിറ്റിൽ ഇങ്ങനെ ഒരു ചാർട്ട് ഇടുമ്പോൾ തന്നെ ഈ ഒരു എവിടെയാണ് സപ്പോർട്ട് അനുസരിച്ച് വരുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് 23,800 വരെ ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, അതുവരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഇത് ഇവിടുന്ന് ഒരു ടോപ്പ് റെസിസ്റ്റൻസ് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഓക്കെ, 23,800 ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, ഈ ഒരു ലെവലൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് നമുക്ക് ലിക്വിഡിറ്റി ഇതൊക്കെ എടുക്കും, മാർക്കറ്റ് തിരിച്ചു പോകും. പക്ഷെ അതിന് മുന്നേ മാർക്കറ്റ് ഒന്ന് പാനിക് ആയിട്ട് മാർക്കറ്റ് ഒന്ന് ഡൗൺ സൈഡ് മൂവ് തന്നിട്ട് വീണ്ടും തിരിച്ചു പോകാനും ചാൻസ് വളരെ കൂടുതലാണ്. പറയാൻ പറ്റില്ല മാർക്കറ്റ് നാളെ എങ്ങനെ സംഭവിക്കാൻ. പക്ഷെ എന്നാലും നമ്മൾ എല്ലാ തരത്തിലും മാർക്കറ്റ് അനലൈസ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, അപ്പം ഇതാണ് എന്റെ ഇന്നത്തെ നിഫ്റ്റി 50 അനലൈസ് വീഡിയോ. നമുക്ക് നെക്സ്റ്റ് അനലൈസ് വീഡിയോ ആയിട്ട് കാണാം. അതിനു മുന്നേ നിങ്ങൾ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, കയറി ജോയിൻ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ കാണാം.